ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഒരൊറ്റ പീസ് കൊണ്ട് തന്നെ വയറും മനസ്സും നിറയുന്ന ഒരു അടിപൊളി പോളയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ സോയ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ്. സോയ സോസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറോളം ഇതൊന്ന് ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പെട്ടെന്ന് മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഓയിലിൽ ഇതുപോലെ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിക്കനെ നമുക്ക് ഫ്രൈ ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1 കപ്പോളം ഉണ്ടാവണം. ഇനിയിപ്പോൾ അതിലേക്കാളും കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും, ചെറിയൊരു ക്യാരറ്റ് അരിഞ്ഞതും, ഒരു പച്ചമുളക് അരിഞ്ഞതും, 2-3 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും ഉപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ട് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്തത്. അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് 2 ടേബിൾ സ്പൂണോളം തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വളരെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. കൈ കൊണ്ട് തന്നെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ. 1/2 കപ്പ് മുതൽ 1.5 കപ്പ് വരെ നിങ്ങൾക്ക് ചിക്കൻ എടുക്കാം കേട്ടോ. ഫില്ലിങ് കൂടുതലാകുമ്പോൾ നമ്മുടെ സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിവിടെ ഇതൊരു 1/4 കപ്പോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ചെയ്യാനുണ്ട്. ഇനി ഇതിലേക്കുള്ള ബാറ്ററിന് വേണ്ടിയിട്ട് 5 കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുകയാണ്. ഇത് വളരെ ചെറിയ കോഴിമുട്ട ആയതുകൊണ്ട് ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 4 എണ്ണം മതി കേട്ടോ. ഇതിലേക്ക് 3/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. മൈദയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒന്നുകൂടെ ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിക്സിയിലിട്ട് അടിക്കുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കിട്ടിയാൽ മതി. ഈ സമയം കൊണ്ട് ഫില്ലിങ് തണുത്ത് വന്നപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മയണൈസ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മിസ്സായി പോയതാണ് കേട്ടോ വീഡിയോയിൽ മയണൈസ് ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാതെ മാത്രം. ക്രീമി ആയിട്ടുള്ള ഫില്ലിങ് ഇഷ്ടമാണെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി ഒരു സോസ് പാനിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് സോസ് പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെക്കുക. അതിൻ്റെ മുകളിൽ ബാറ്ററും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ പോള റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് അതിന് മുകളിലായിട്ടും ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു തവയുടെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ഇത്രയും കട്ടിയുള്ള പോള റെഡിയായിട്ട് വരുമ്പോഴേക്കും അടിഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു തവയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. തവ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു മാവൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുന്ന സമയത്തൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും തക്കാളി വട്ടത്തിൽ മുറിച്ചതും മല്ലിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും അത് റെഡിയായിട്ട് വരുമ്പോൾ. ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 35-40 മിനിറ്റ് ആകുമ്പോഴാണ് കേട്ടോ ഇത് 3/4 ഭാഗത്തോളം റെഡിയായിട്ട് വരിക. ആ സമയത്ത് നമുക്കിതുപോലെ വേറൊരു തവയിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ആ മറിച്ചിട്ട് കൊടുക്കുന്ന തവയിൽ കുറച്ച് എണ്ണ പുരട്ടാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം വെച്ച് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ആ താഴ്ഭാഗത്തുള്ള കുറച്ച് മാവ് മാത്രമേ കുക്കാവാനുണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് തവയിലിട്ടിട്ടൊന്ന് മുറിച്ചെടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്.
ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്